ദൈവിക കരുതലിനെ പലപ്പോഴും ദൈവവചനം ഉപമിച്ചിരിക്കുന്നത് അമ്മയുടെ കരുതലിനോട് സാദൃശ്യപ്പെടുത്തിയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66 അധ്യായം 13 വാക്യം അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു: അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കരുതൽ അമ്മയുടെ കരുതലിനോട് ഉപമിച്ച് ദൈവവചനം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്? നമുക്കറിയാം, നമ്മെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് നമ്മുടെ അമ്മയാണ്. എന്ത് പ്രതികൂലങ്ങളുണ്ടായാലും ഏത് പ്രശ്നങ്ങളുണ്ടായാലും എന്നും നമ്മോടൊപ്പം ഉണ്ടാകും എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അമ്മ. ഇവിടെ ദൈവത്തിൻ്റെ കരുതലിനെ അമ്മയുടെ കരുതലിനോട് ആണ് ഉപമിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവത്തിൻ്റെ കരുതൽ അമ്മയുടെ കരുതലിനെ പോലെ എന്നും നമ്മളോട് കൂടെ ഉണ്ടാകുന്ന ഒരു കരുതലാണ്. ഏത് പ്രശ്നങ്ങളിലായിക്കോട്ടെ, ഏത് പ്രതിസന്ധികളിലായിക്കോട്ടെ, നമ്മെ കരുതുവാൻ കഴിയുന്ന ഒരു വലിയവനായിരിക്കുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആശ്രയിക്കുന്നതും അവനെ ആണ് നാം ആരാധിക്കുന്നതും. അതുകൊണ്ട് ദൈവസ്നേഹം, ദൈവിക കരുതൽ എന്നൊക്കെ പറയുന്നത് അമ്മയുടെ കരുതലും അമ്മയുടെ സ്നേഹവും പോലെയാണ് എന്ന് നാം മനസ്സിലാക്കുക.